Some big breaking news from the continent. Xabi Alonso has revealed he is going to leave Bayer Leverkusen at the end of the season. He's been addressing the media. Let's hear from him right now. Because the Here We Go is coming soon for Xabi Alonso to become the new head coach. ഒരു രണ്ടാം ഊഴത്തിനായി അയാൾ തിരിച്ചു വരികയാണ്. പക്ഷേ സ്ഥാനത്തിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കളിക്കാരനായല്ല, ആശാനായി. റയൽ മാഡ്രിഡിന്റെ എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡിൽ ഒരാളായ അയാൾ മാഡ്രിഡിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുന്നു. റയലിന്റെ മിഡ്ഫീൽഡ് ഭരിച്ചിരുന്ന എതിരാളികളെ കാൽത്താളം കൊണ്ട് ഭ്രാന്ത് പിടിപ്പിച്ച അതേ അധികാരി. എന്നാൽ അയാൾ ഇന്ന് ആ പഴയ കളിക്കാരനെയല്ല. നരകവും സ്വർഗവും ഒരേ സമയം തീർക്കാൻ സാധിക്കുന്ന പരിശീലക മാന്ത്രികനാണ്. ഐ തിങ്ക് എ ഡീൽ ഇസ് എ ഡീൽ ആൻഡ് ഇറ്റ്സ് എ ഡീൽ വിത്ത് എ monster. Season. The quality of football is jaw-dropping. With many highs. Another Leverkusen goal you could hang in a gallery. And new lows. They really have done it. They've made history. All with scintillating football, a brilliant coach, and incredible team spirit. What a story! Bayer Leverkusen have done it. Now it's party time here in Leverkusen. The journey begins on the 19th of August. ഒരു രണ്ടാം അംഗത്തിനായി അയാൾ സാന്റിയാഗോ ബെർണാബ്യൂവിലേക്ക് തിരിച്ചു വരികയാണ്. പക്ഷേ സ്ഥാനത്തിന് കുറച്ചും വ്യത്യാസങ്ങളുണ്ട്. ഇത്തവണ കളിക്കാരനായല്ല, റയൽ മാഡ്രിഡിന്റെ പരിശീലകനായി. റയൽ മാഡ്രിഡിന്റെ എക്കാലത്തെ മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായ സാബി അലോൺസോ മാഡ്രിഡിന്റെ പരിശീലക സ്ഥാനത്തേക്ക് വരികയാണ്. 2009-14 കാലഘട്ടത്തിൽ റയലിന്റെ മിഡ്ഫീൽഡ് ഭരിച്ചിരുന്ന എതിരാളികളെ കാൽത്താളം കൊണ്ട് ഭ്രാന്ത് പിടിപ്പിച്ചിരുന്ന അതേ സാബി അലോൺസോ ബ്രസീൽ ദേശീയ ടീമിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന കാർലോ ആൻസലോട്ടിയുടെ പിൻഗാമിയായിട്ടാണ് റയൽ മുൻ പ്രതിഭ സാബി അലോൺസോ പരിശീലക സ്ഥാനത്തിലേക്ക് വരുന്നത്. അലോൺസോയുടെ തിരിച്ചുവരവ് അയാളുടെ ഫുട്ബോൾ കരിയറിലെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് കൂടിയാണ്. ഒരു ഫുട്ബോൾ പ്ലെയർ എന്നതിൽ നിന്നും മാനേജറിലേക്കുള്ള അലോൺസോയുടെ മാറ്റം വാക്കുകൾക്ക് അധീനമാണ്. സ്പെയിൻ്റെയും റയലിൻ്റെയും ലിവർപൂളിൻ്റെയും ബയേണിൻ്റെയും എല്ലാം മധ്യനിര ഭരിച്ചിരുന്ന പ്ലേ മേക്കറിൽ നിന്നും ലെവർകൂസൻ്റെ പരിശീലക സ്ഥാനത്തേക്ക്. അത് ഈ ഫുട്ബോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ബുണ്ടസ് ലീഗയിൽ 17ാം സ്ഥാനത്തെത്തി തരം താഴ്ത്തൻ്റെ അപകട സാധ്യതയിലേക്ക് ലെവർകൂസൻ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അലോൺസോ രക്ഷകനായി അവിടേക്ക് എത്തുന്നത്. മുഖ്യ പരിശീലകനായി അധിക പരിചയമൊന്നുമില്ലാതിരുന്നിട്ട് പോലും അയാൾ ആ ടീമിനെ നല്ല രീതിയിൽ ഒരുക്കിയെടുക്കുന്നുണ്ട്. 2022 ഒക്ടോബറിലാണ് അലോൺസോ ലെവർകൂസൻ്റെ പരിശീലക സ്ഥാനം യഥാർത്ഥത്തിൽ ഏറ്റെടുക്കുന്നത്. ഒരു ശില്പിയുടെ കൈകളിലേക്ക് എത്തിയ കളിമൺ കണക്കെ അയാൾ ആ ടീമിനെ അയാളുടെ ശൈലിയിലൂടെ വാർത്തെടുത്തു. അയാളുടെ കാഴ്ചപ്പാടിൻ്റെ മുദ്രയായി ആ ടീം വളർന്നുകൊണ്ടേയിരുന്നു. 2022-23 സീസൺ അവസാനിക്കുമ്പോൾ ലെവർകൂസൻ 6ാം സ്ഥാനത്തേക്ക് ഉയരുകയും യൂറോപ്പ ലീഗിനുള്ള യോഗ്യത നേടുകയും ചെയ്തു. 23-24 കാലഘട്ടം ലെവർകൂസനെ സംബന്ധിച്ചിടത്തോളം ഒരു മിറാക്കിൾ സീസൺ തന്നെയായിരുന്നു. ബയേണിൻ്റെ 11 വർഷത്തെ ആധിപത്യം അവസാനിപ്പിച്ചുകൊണ്ട് ലീഗ് ടൈറ്റിൽ വിൻ ചെയ്യുന്നതിനും 51 മത്സരങ്ങളിൽ തോൽവി അറിയാതെ അജയ്യരായി ആഭ്യന്തര ട്രബിൾ സ്വന്തമാക്കുവാനും അവർക്ക് സാധിച്ചു. കൺട്രോൾഡ് പ്രസ്സിങ്ങിലൂടെയും ടെക്നിക്കൽ മിഡ്ഫീൽഡ് പ്ലേയിലൂടെയും യുവനിര ഉൾപ്പെടുന്ന ഒരു ടീമിനെ വാർത്തെടുക്കാനായിരുന്നു സാബി അലോൺസോ ശ്രമിച്ചത്. ഫ്രെഡ്സിനെ പോലെയുള്ള പ്രതിഭകളെ അയാൾക്ക് അയാളുടെ കീഴിൽ അത്യപൂർവമായ പ്രകടനങ്ങൾ നടത്തുവാൻ മെരുക്കിയെടുക്കാൻ സാധിച്ചു. ചരിത്രങ്ങൾക്ക് കൂടെ നിൽക്കുകയായിരുന്നില്ല അലോൺസോ അവിടെ ചെയ്തത്, ചരിത്രങ്ങളെ തിരുത്തുകയായിരുന്നു. അയാളുടെ കീഴിലെ എക്കാലത്തെ മികച്ചൊരു ടീമിനെ വാർത്തെടുക്കുകയായിരുന്നു. അവരുടെ എക്കാലത്തെ മികച്ച പരിശീലകനായി മാറുകയായിരുന്നു. ഒരു വലിയ വിപ്ലവം തന്നെ ബുണ്ടസ് ലീഗിൽ സൃഷ്ടിക്കുകയായിരുന്നു. അത് ഈ ഫുട്ബോൾ ലോകത്ത് മുഴുവൻ അലയടിക്കുകയും ചെയ്തു. 2026 വരെ കരാറുണ്ടായിരുന്നിട്ടും 2025 മെയ് 9 സീസൺ അവസാനത്തിൽ ലെവർകൂസനിൽ നിന്നും വിട പറയുമെന്ന് അലോൺസോ പ്രഖ്യാപിക്കുന്നു. ടീമുമായി മുൻധാരണകൾ പ്രകാരം അയാളുടെ സ്വപ്നത്തിലേക്ക് അയാൾ നടന്നെടുക്കുകയാണ്. 139 മത്സരങ്ങളിൽ നിന്നും 89 വിജയങ്ങളും 31 സമനിലകളും 18 തോൽവികളും ഉൾപ്പെടുന്ന ഒരു ഇതിഹാസ ചരിത്രം
ലെവർകൂസനിൽ ബാക്കി വെച്ചുകൊണ്ട്. Historic season with 79. തൻ്റെ പൂർവ്വപർവ്വത്തിലേക്ക് മുഖ്യ പരിശീലകനായ അലോൺസോ വരുമ്പോൾ മാഡ്രിഡും അവരുടെ ആരാധകരും ഒരു രക്ഷകനിലേക്ക് ഉറ്റുനോക്കും പോലെ ആകാംക്ഷയിലാണ്. അലോൺസോ തൻ്റെ 3-4-3 എന്ന ഫ്ലൂയിഡ് സിസ്റ്റം കൊണ്ട് പ്രസ്സിങ്ങിനും കൺട്രോളിങ്ങിനും സ്പീഡി സ്വിച്ച് ഓവറുകൾക്കും പ്രാധാന്യം നൽകി മിഡ്ഫീൽഡർമാരിലൂടെ കളി മെനയുന്നത് നമുക്കുണ്ടായിരുന്ന സമയത്ത് ഗുളറിനായി പലതവണ റയൽ മാഡ്രിഡിനെ സമീപിച്ച അലോൺസോ അർദ്ധ ഗുളർ എന്ന മാന്ത്രികനെ വെച്ച് റയൽ മാഡ്രിഡിൽ വിസ്മയങ്ങൾ തീർക്കുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. ഒപ്പം ലോകോത്തര താരങ്ങളുടെ മികവിനും വളർച്ചയ്ക്കും അലോൺസോയുടെ വരവ് സഹായിക്കുമെന്നതും സംശയമില്ല. കൂടാതെ ലാലീഗയിലും ചാമ്പ്യൻസ് ലീഗിലും റയൽ മാഡ്രിഡ് ഇന്നേ വരെ തുടർന്നിരുന്ന ആധിപത്യം പുനഃസ്ഥാപിക്കുകയും മാഡ്രിഡിൽ വിജയിക്കാൻ മാത്രമുള്ള ഒരു പുതിയ DNA ഇൻസിസ്റ്റ് ചെയ്യുവാനും സാബി അലോൺസോയിലൂടെ സാധ്യമാകട്ടെ. ഇതിനെല്ലാം അപ്പുറം രക്തം വാർന്നു വീണുണങ്ങാത്ത പരിഹാസനമേറ്റ് മടങ്ങിയ പല മൈതാനങ്ങളിലും അതേ രക്തം കൊണ്ട് കണക്ക് തീർത്ത് ആ പഴയ മാഡ്രിഡിനെ നിങ്ങൾ തിരികെ കൊണ്ടുവരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതേ അലോൺസോ, ഒരിക്കൽ നിങ്ങളിലെ ആ കളിക്കാരനെ ഞങ്ങൾ വിശ്വസിച്ചു. ഇന്നിതാ നിങ്ങളിലെ പരിശീലകനെ കൂടി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ നിന്നും റയലിൻ്റെ ചരിത്രത്തിൽ സാബി അലോൺസോ യുഗം ലോകം പറഞ്ഞു തുടങ്ങട്ടെ. Some big breaking news. It's scintillating football, a brilliant coach, and incredible team spirit. What a story! Bayer Leverkusen have done it. Now it's party time here in Leverkusen. The journey begins on the 19th of August 2023, the first match day, a home game in the sold-out Bayer Arena. The opponents...